അടുത്ത പറവ ഫിലിംസിൽ 60 കോടിയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തി. നമ്മൾ ഇന്നലെയും ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. സൗബിന്റെ വീട്ടിലും ഓഫീസിലൊക്കെ റെയ്ഡ് നടത്തിയെന്നുള്ളത്. നടൻ സൗബിൻ ഷാഹിറിന്റെ പറവ ഫിലിംസിന്റെ ഓഫീസിൽ വീണ്ടും പരിശോധന നടത്തി. ആദായ നികുതി വകുപ്പ് 24 മണിക്കൂറിനിടെ രണ്ട് തവണയാണ് ED പരിശോധന നടത്തിയത്. പറവ ഫിലിംസിൽ 60 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായാണ് കണ്ടെത്തൽ. 60 കോടി രൂപയുടെ നികുതി വെട്ടിപ്പാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പറവ ഫിലിംസ് ഓഫീസായി ഉപയോഗിക്കുന്ന വീട്ടിലാണ്, അതിൻ്റെ ഓഫീസ് വീട്ടിൽ തന്നെയാണ്, വീട്ടിലാണ് പരിശോധന നടന്നത്. കഴിഞ്ഞ ദിവസത്തെ അന്വേഷണത്തിൻ്റെ തുടർച്ചയായി 7 കേന്ദ്രങ്ങളിലാണ് ഇന്നലെ പരിശോധന നടന്നത്. കഴിഞ്ഞ 28-ന് വൈകിട്ടോടെയാണ് പറവ ഫിലിംസ് കമ്പനിയുടെ ഓഫീസ്, പുല്ലേപ്പടിയിലെ ഡ്രീം ബിഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓഫീസ് അടക്കമുള്ള ഇടങ്ങളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയത്. രണ്ട് സിനിമാ നിർമ്മാണ കമ്പനികളുടെയും സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചാണ് പ്രധാന പരിശോധനയെന്ന് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം അറിയിച്ചു. അതായത് അവർ നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നുള്ള രീതിക്കാണ് ഈ 28-ാം തീയതി ഇങ്ങനെ ഒരു പരിശോധന വന്നേക്കുന്നത്. രണ്ട് സിനിമാ കമ്പനികളുടെയും നിർമ്മാണ കമ്പനികളുടെയും സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചാണ് പ്രധാന പരിശോധന എന്നാണ് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻസ് വിഭാഗം പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. അതെ, വളരെ പറഞ്ഞായിരുന്നു, ഒരുപാട് അവാർഡുകളും ഒക്കെ മേടിച്ചു മഞ്ഞുമൽ ബോയ്സ്. എന്നാൽ പരാമർശങ്ങളും ഉണ്ടായി ചില കാര്യങ്ങളിൽ. അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്നാണ് ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധനകളിൽ വ്യക്തമാകുന്നത്. ആകെ 60 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടന്നതായി പ്രാഥമികമായി കണ്ടെത്തിയിരുന്നു. മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ വരുമാനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തൽ പുറത്തു വന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. സംഭവവുമായി ബന്ധപ്പെട്ട് നടൻ സൗബിൻ ഷാഹിറിനെ വിളിപ്പിച്ച് വിശദീകരണം തേടുമെന്നും ഉദ്യോഗസ്ഥൻ അറിയിച്ചു. സിനിമയ്ക്ക് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നുമുള്ള വരുമാനം 148 കോടിയിലേറെ രൂപയാണ്. എന്നാൽ ആദായ നികുതി ഇനത്തിൽ 44 കോടി രൂപ നൽകേണ്ടിയിരുന്നത് അടച്ചില്ല. അപ്പം 148 കോടി വരുമാനം ഉണ്ടാക്കിയിട്ടും 44 കോടി ആദായ നികുതിയിൽ അടയ്ക്കേണ്ടത് അടച്ചിട്ടില്ല. 32 കോടി രൂപ ചെലവ് കാണിച്ചു. ഇത് കള്ളക്കണക്കാണെന്ന നിലപാടിലാണ് ആദായ നികുതി വകുപ്പ്. സ്വാഭാവികമായിട്ടും സംശയിക്കും. ആദായ നികുതി റിട്ടേൺ കാണിക്കുന്നതിൽ സൗബിൻ വീഴ്ച വരുത്തിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സൗബിനെ നേരിട്ട് വിളിപ്പിച്ച് വിശദീകരണം തേടും. വരവ് ചെലവ് കണക്കുകളിലും പൊരുത്തക്കേടുകൾ കണ്ടെത്തിയതായും IT വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. അതേസമയം സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് സഹായി ഷോൺ ആൻ്റണി ആണെന്നും സൗബിൻ്റെ വിശദീകരണം. സാമ്പത്തിക കാര്യങ്ങളൊന്നും അപ്പം ഒരു കേസ് വരാൻ നേരത്ത് നമ്മൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്ന ഒരു രീതി തന്നെയാണ്. അപ്പം സാമ്പത്തിക കാര്യങ്ങൾ അതിൻ്റെ അസിസ്റ്റൻ്റ് ഷോൺ ആൻ്റണിയാണ് കൈകാര്യം ചെയ്തതെന്നാണ് പറയുന്നത്. സിനിമാ മേഖലയിൽ കള്ളപ്പണമിടപാട് നടക്കുന്നുവെന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് നേരത്തെ പരാതി ലഭിച്ചിരുന്നു. തുടർന്ന് സിനിമാ നിർമ്മാണ കമ്പനികളെ കേന്ദ്രീകരിച്ച് ED അന്വേഷണം നടത്തി വരികയായിരുന്നു. ഈ ഘട്ടത്തിലാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ നിർമ്മാതാക്കളായ സൗബിനെതിരെ അടക്കം ആലപ്പുഴ അരൂർ സ്വദേശി സിറാജ് വലിയ വീട്ടിൽ പരാതി നൽകിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കള്ളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ കേസെടുക്കണം. അപ്പം കാര്യം സിനിമ അത്രത്തോളം ഹിറ്റായിരുന്നു. അപ്പം ഇത്ര 148 കോടി രൂപ അതിൽ നിന്ന് അവർക്ക് സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് 44 കോടി രൂപ നൽകേണ്ടത് അടച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന്. തുടർന്ന് നടപടികൾ എങ്ങനെയാണെന്ന് നോക്കാം.